ഫ്രം ദ ക്രിയേറ്റർ ഓഫ് അസാസിനേഷൻ ക്ലാസ് റൂം ഇതാ നെക്സ്റ്റ് ഒരു ആനിമെ കൂടെ ദ എലൂസീവ് സാമുറായി. അതും ആക്ച്വൽ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സിനെയും സ്റ്റോറിയും വെച്ചാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത്. ക്ലോവർവർക്സ് ആണ് ഇതിൻ്റെ ആനിമേഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ആ ഒരു ആനിമേഷൻ തന്നെയാണ് ഞാനും ഈ ഒരു ആനിമെ കാണാൻ കാരണമായത്. വളരെ അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ആനിമേഷൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 1333 ഇയർ ആ ഒരു സാമുറായി പീരീഡിലാണ് ഈ ഒരു ആനിമെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിന് വേണ്ടത് എന്താണോ അതെല്ലാം ആനിമേഷൻ ടീം ആഡ് ആക്കിയിട്ടുണ്ട്. ആളുകളുടെ ഫേസ് എക്സ്പ്രഷൻ, ലാൻഡ് ഡീറ്റെയിൽസ് എല്ലാം ഈ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നവർ വരെ നമുക്ക് അവരുടെ നല്ലപോലെ ആ ഒരു ഫേസ് എക്സ്പ്രഷനോ അല്ലെങ്കിൽ അവരെന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് നമുക്ക് ആ ഒരു ക്യാരക്ടേഴ്സിനെ നോക്കിയാൽ കാണാൻ പറ്റും. മറ്റ് ഇപ്പോൾ ഇറങ്ങുന്ന ആനിമേസിൽ അത്രയും കാണാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം ബാക്ക്ഗ്രൗണ്ടിലെ ആളുകളെല്ലാം ചുമ്മാ നിർത്തിയിട്ട് ആ ഒരു ഡമ്മി പീസ് പോലെ ഇട്ടേക്കായിരിക്കും. പക്ഷേ ഇതിൽ ആനിമേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഓരോ ഇതിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു ടൈം പീരീഡിന് എന്തൊക്കെ ആവശ്യമാണോ ആ എലമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി സ്റ്റോറിയിലേക്ക് വരുമ്പോൾ ടോക്കിയോക്കി എന്ന് പറഞ്ഞ 11 വയസ്സുള്ള ഒരു ചെറിയ പയ്യനാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. മാത്രമല്ല ഇവിടെ റൂൾ ചെയ്യുന്ന കാമാക്കുറ എന്ന് പറഞ്ഞ ആ ഷോഗണേറ്റിൻ്റെ തന്നെ സക്സസർ ആയിട്ടുള്ള ഹെയറാണ്. അതായത് അവിടുത്തെ ആ ഷോഗൻ്റെ ഒരു മകനാണ് ഈ കുട്ടി എന്ന് പറയുന്നത്. പക്ഷേ ടോക്കിയോക്കി എന്ന് പറഞ്ഞ ഈ ഒരു പയ്യന് അടുത്ത അവകാശി ആവാനുള്ള സ്കില്ലൊന്നുമില്ല. തന്നെയുമല്ല ട്രെയിനിങ്ങിനും ഒന്നും പോവില്ല. ഇവൻ്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ് ആൻഡ് സീക്ക് എന്നുള്ളതാണ് ആളുടെ ഏറ്റവും വലിയ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം കൂടെ നിന്നവർ തന്നെ ആ ഷോഗണിനെ ചതിക്കുന്നു. അങ്ങനെ ടോക്കിയോക്കിയുടെ ആ ഫാമിലിയിലുള്ള എല്ലാവരെയും അവർ കൊല്ലുന്നു. അങ്ങനെ അവിടെ ബാക്കിയുള്ളത് അവൻ മാത്രമാവുന്നു. ചുറ്റുമുള്ള എല്ലാം കത്തി നശിക്കുന്നു. അവൻ്റെ ഫാമിലി എല്ലാം ഡിസ്ട്രോയ് ആയി. ആ ഒരു ചെറിയൊരു കുട്ടി എന്ത് ചെയ്യണം എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ, സ്വയം അവിടേക്ക് ചെന്ന് മരിക്കാൻ പോകുന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഒരു സ്വയം പ്രഖ്യാപിതനായ ഒരു പ്രീസ്റ്റ് എന്ന് പറഞ്ഞ് ഒരാൾ അവിടേക്ക് വരുന്നത്. അങ്ങനെ ആ പ്രീസ്റ്റ് അവനെ രക്ഷിക്കുന്നു. തുടർന്ന് ഈ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ അവനെ കൊല്ലാൻ വരുന്ന ഓരോ ആളുകളുടെ കയ്യിൽ നിന്നും ഇവൻ രക്ഷപ്പെടുന്നതും പിന്നീട് ആ ഒരു എങ്ങനെ അവൻ അവിടെ സർവൈവ് ചെയ്യുന്നു, അതുപോലെ തന്നെ അവൻ്റെ ഫാമിലിനെ മൊത്തം ചതിച്ച് കൊന്ന ആ ഒരു ആളുകൾക്കെതിരെ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയൊക്കെ പോകുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു സീനൊക്കെ ഉണ്ട്. ഇവനെ ജസ്റ്റ് ഒരു വാളിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിടുന്ന സീനൊക്കെ ഉണ്ട്. ആ ഒരു സീനിൽ തന്നെ ആക്ഷൻ സീക്വൻസും ഇവൻ ആ ഒരു ഫൈറ്റ് ചെയ്യുന്നതെല്ലാം ഫൈറ്റല്ല എങ്കിലും ഭയങ്കര എലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കിടെയൊക്കെ ഭയങ്കര കണ്ണിങ് ആയിട്ട് പുള്ളിക്ക് ഈ ഒരു ഫൈറ്റ് സീനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതായത് ഒരാൾ അവനെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അതിൽ നിന്നെല്ലാം വളരെ ഈസി ആയിട്ട് അവിടെ നിന്ന് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഈ മെയിൻ MC എന്ന് പറയുന്നത്. അപ്പോൾ അത്ര പവർഫുൾ ആയിട്ടുള്ള ആളല്ല, എന്നാൽ വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഇവന് വേണ്ടി ഇനി ആ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫോളോവേഴ്സിനെയും അതുപോലെ തന്നെ ആ ആളുകൾക്കെതിരെ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നു. വളരെ രസകരമായിട്ടുള്ള ആനിമേഷൻ, ഇതിൻ്റെ സൗണ്ട്, സ്കോർ എല്ലാം വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കോമഡി എല്ലാം വളരെ പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇമോഷൻസ് എല്ലാം വർക്കാവുന്നുണ്ട്. അത് തികച്ചും എല്ലാ ആനിമൽക്കും കിട്ടാത്തൊരു സംഭവമാണ്. അതായത് ഇമോഷൻ സീൻസ് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ പാടായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഇതിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിലെ ഫൈറ്റിംഗ് സ്റ്റൈൽസ് എല്ലാം വളരെ രസമായിട്ടുണ്ട്. സോ നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക. ടോട്ടൽ ഒരു 12 എപ്പിസോഡാണ് ഈ ആനിമയ്ക്കുള്ളത്. ഇതുവരെ 7 എപ്പിസോഡ് ഇതിന് വന്നിട്ടുണ്ട്.